ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാവും ഇത്. സിനിമകളിൽ ധാരാളം അതിജീവന കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ദൃശ്യങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മളും കോരിത്തെരിച്ചിരുന്നു പോകാറുണ്ട്. എന്നാൽ അത് ജീവിതത്തിൽ സംഭവിച്ചാലോ? അതും ആമസോൺ കാടുകളിൽ, അതും 4 കുരുന്നുകൾ. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പോലും സാധിക്കാത്ത കാര്യമാണ്. വിമാന അപകടം അമ്മയുടെയും ഒപ്പമുണ്ടായിരുന്ന മറ്റു 2 പേരുടെയും ജീവൻ എടുത്തെങ്കിലും ഏതോ ഒരു അദൃശ്യ ശക്തി ഒരു പോറൽ പോലും ഏൽക്കാതെ ആ 4 കുരുന്നുകളെയും രക്ഷപ്പെടുത്തി. കൊടുങ്കാട്ടിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടുപോയ ആ 13, 11, 4 വയസ്സും 11 മാസം പ്രായമുള്ള കുരുന്നുകൾ ഒരു മനുഷ്യജീവിയെ പോലും കാണാതെ ആമസോണിലെ കൊടുങ്കാട്ടിലൂടെ ദിക്കറിയാതെ അലഞ്ഞു നടന്നു. കാട്ടുമൃഗങ്ങളും വിഷജന്തുക്കളും എല്ലാം നിറഞ്ഞ കാട്ടിലൂടെ കുട്ടികൾ നടന്നെങ്കിലും അവിടെയും അവരെ ഒരാപത്തും കൂടാതെ കാക്കാൻ ആ അദൃശ്യ ശക്തി എത്തി. വെറും 11 മാസവും 4 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ മാറോടണക്കിയായിരുന്നു 13, 11 വയസ്സ് പ്രായമുള്ള ആ മൂത്ത സഹോദരങ്ങളുടെ യാത്ര. ഇരുട്ടിന്റെ ഭീതിയിലും ഒറ്റപ്പെടലിലുമെല്ലാം അവർ പരസ്പരം സമാധാനിപ്പിച്ചും പൊട്ടിക്കരഞ്ഞും മനുഷ്യവാസം തേടി കാട്ടിലൂടെ അവർ യാത്ര തുടരുകയായിരുന്നു. കുട്ടികൾ ജീവനോടെ ഉണ്ടെന്ന പ്രതീക്ഷയിൽ കൊളംബിയൻ സൈന്യം അവരെ തേടി കാട്ടിലൂടെ അലഞ്ഞു. 40 ദിവസത്തെ തിരച്ചിലിനാണ് ഇന്നലെ രാത്രിയിൽ അന്ത്യമായത്. കുട്ടികളെ 4 പേരെയും യാതൊരു പരിക്കുകളും കൂടാതെ സൈന്യം കണ്ടെത്തുകയായിരുന്നു. വേണ്ടത്ര ഭക്ഷണവും പോഷകാഹാരവും ലഭിക്കാത്തതിനാൽ മെലിഞ്ഞൊട്ടിയ നിലയിലാണ് കുട്ടികൾ. ഇതൊഴിച്ചാൽ 4 പേർക്ക് മറ്റ് ശാരീരിക പ്രയാസങ്ങളൊന്നും തന്നെയില്ല. കുട്ടികളെ ജീവനോടെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ലോകം മുഴുവൻ. കഴിഞ്ഞ 40 ദിവസമായി ഈ കുരുന്നുകളെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു എവിടെയും. ഇത്തിരി പോന്ന ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ ഓർത്ത് ആശങ്കയിലായിരുന്നു ഒരു രാജ്യം മുഴുവൻ. ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ കുട്ടികളെ ജീവനോടെ തന്നെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് രാജ്യം. കുട്ടികളെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷം പങ്കുവെച്ച് കൊളംബിയൻ പ്രസിഡന്റും രംഗത്തെത്തി. പ്രതിസന്ധികളെ തരണം ചെയ്ത് കുട്ടികൾക്കായി അന്വേഷണം തുടർന്ന സൈന്യത്തെയും പ്രസിഡന്റ് അഭിനന്ദിച്ചു. ഇക്കഴിഞ്ഞ മെയ് 1 കുട്ടികളുടെ ജീവിതത്തെ പിടിച്ചുലച്ച വിമാനാപകടം ഉണ്ടായത്. കാട്ടിൽ നിന്ന് ആമസോൺ മഴക്കാടുകളിലെ പ്രധാന നഗരങ്ങളിലൊന്നായ സാൻജോസ് ഡെൽ ഗ്വാവിയറിലേക്ക് സഞ്ചരിക്കവെയാണ് വിമാനം നിയന്ത്രണം വിട്ട് തകർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ അമ്മയും പൈലറ്റും മറ്റൊരാളും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. എന്നാൽ കുട്ടികൾ പരിക്കുകൾ കൂടാതെ രക്ഷപ്പെടുകയായിരുന്നു. അപകടം സംഭവിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് തകർന്ന വിമാനം തന്നെ കണ്ടെത്താനായത്. കൂറ്റൻ മരങ്ങളും വന്യമൃഗങ്ങളും കനത്ത മഴയും ആമസോൺ കാടുകളിലെ സൈന്യത്തിന്റെ തിരച്ചിൽ ദുഷ്കരമാക്കിയിരിക്കുന്നു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും മുതിർന്നവരുടെ മൃതദേഹങ്ങളും കണ്ടെത്താനായെങ്കിലും കുട്ടികളുടെ മൃതദേഹം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് ഇവർ ജീവനോടെ ഉണ്ടാവാമെന്ന നിഗമനത്തിൽ സൈന്യം ആദ്യം എത്തിയത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കുട്ടികളുടെ പാൽക്കുപ്പിയും വസ്ത്രങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും എല്ലാം കണ്ടെത്തി. ഇതോടെ കുട്ടികൾക്കായി സൈന്യം തിരച്ചിൽ ഊർജിതമാക്കി. എന്നാൽ കാട്ടിലെമ്പാടും തിരഞ്ഞെങ്കിലും കുട്ടികളെ കണ്ടെത്താനായില്ല. അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഇതോടെ ആദിവാസികളുടെ സഹായത്തോടെ തിരച്ചിൽ ശക്തമാക്കുകയും 40 ദിവസത്തിന് ശേഷം കുട്ടികളെ കണ്ടെത്തുകയുമായിരുന്നു. പുരാതന കാലം മുതൽ തന്നെ ആമസോൺ വനങ്ങളിൽ മനുഷ്യർ താമസിച്ചിട്ടുണ്ട്. 11,200 വർഷം മുൻപ് മനുഷ്യർ വസിച്ചിരുന്നതായി പര്യവേഷണങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ആധുനിക കാലത്ത് AD 1250ഓടെയാണ് മനുഷ്യർ ഇവിടെ സ്ഥിരവാസം ഉറപ്പിക്കുകയും തൽഫലമായി കാടിന്റെ പ്രകൃതിയിൽ വ്യത്യാസം വരികയും ഉണ്ടായത്. ആധുനിക കാല പര്യവേഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ അനുസരിച്ച് AD 1500 കാലഘട്ടത്തിൽ ഏതാണ്ട് 50 ലക്ഷം ആൾക്കാർ ആമസോൺ പ്രദേശത്ത് ജീവിച്ചിരുന്നുണ്ടാവാം എന്നാണ് കരുതുന്നത്. 1900 ആയപ്പോഴേക്കും ഇത് 10 ലക്ഷമായി കുറയുകയും 1980കളിൽ ഇത് വെറും 2 ലക്ഷമായി ചുരുങ്ങുകയും ചെയ്തു. ധാരാളം അപകടങ്ങളും പതിയിരിക്കുന്ന ഇടമാണ് ആമസോൺ കാടുകൾ. നമ്മൾ പലപ്പോഴും ഈ ചാനലുകളിലൂടെയും അതുപോലെ തന്നെ സിനിമകളിലൂടെയുമാണ് ആമസോൺ കാടുകളെ കണ്ടിട്ടുള്ളത്. ഇരപിടിയന്മാരിൽ വലിയവർ കരയിൽ, കറുത്ത ചീങ്കണ്ണി, ജാഗ്വർ, പൂമ, അനാക്കോണ്ട എന്നിവരും വെള്ളത്തിൽ ഇരയെ പോലും ബോധം കെടുത്താനും കൊല്ലാനും ശേഷിയുള്ള വൈദ്യുത ഷോക്ക് അടിപ്പിക്കാൻ കഴിവുള്ള ഇലക്ട്രിക് ഈലുകളും മനുഷ്യരെ കടിച്ചു കൊല്ലാനും തിന്നാനും കഴിവുള്ള പിരാനുകളും എല്ലാം ആമസോൺ കാടുകളിൽ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, കൊടിയ വിഷമുള്ള അമ്പുതവളകളും മാരകമായ ലിപ്പോഫോലിക് ആൽക്കോയിഡ് ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കും. ഇതെല്ലാം മാരകമായ വിഷമാണ്. ഇവ കൂടാതെ ധാരാളം പരാന്നഭോജികളായ ജീവികളും രോഗം പരത്തുന്നവയുമുണ്ട്. കൂടാതെ വന്യമൃഗങ്ങളെല്ലാം. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ 4 കുഞ്ഞുങ്ങൾ 40 ദിവസം അവിടെ കഴിഞ്ഞത്. ശരിക്കും അത്ഭുതം തന്നെയാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. എങ്ങനെയാണ് അവർ അതിജീവിച്ചത്?
എങ്ങനെയാണ് അവർ നിലനിന്ന് പോയത്, എന്താണ് അവർ ഭക്ഷിച്ചത് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങളൊക്കെയാണ് നമുക്കും അറിയാനും ചോദിക്കാനുമുള്ളത്. ഏതായാലും ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ വാർത്തകളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലാവുന്നുണ്ട്. 1 വയസ്സുള്ള കുഞ്ഞിനെ പോലും സംരക്ഷിച്ച് നിർത്തിയ 13 വയസ്സുള്ള കുട്ടിയുടെ മനോധൈര്യവും ബുദ്ധിയും കഴിവും മാത്രമല്ല അവരുടെ കൂട്ടായ പ്രവൃത്തിയും പ്രതീക്ഷയും ആമസോൺ പോലുള്ള കൊടും വനത്തിനുള്ളിൽ അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ്. ലോകം മുഴുവൻ അവരെ അഭിനന്ദിക്കണം. മുതിർന്നവർ മുതൽ കുട്ടികൾക്ക് വരെ ഇവർ ഒരുപോലെ മാതൃകയാവുകയാണ്.